ഹലോ ഗേയ്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഓറ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് തന്നെ വീഡിയോ കണ്ടു തുടങ്ങുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ജീവിത യാത്ര ഉണ്ടല്ലോ, ഒരു യാത്രയിലൂടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത് ഒരു യാത്രയിലൂടെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു യാത്ര പോവുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും കൂടി പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ ചെറിയൊരു കുഞ്ഞു യാത്ര. അപ്പോൾ അതിലൂടെയാണ് എൻ്റെ ഈ ഒരു തുടക്കം കൂടി ഞാൻ കുറിക്കണത് കേട്ടോ. ഇതിനു മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ ചില ആളുകൾക്കൊക്കെ എന്നെ സുപരിചിതമായിരിക്കാം. എന്നാലും തുടക്കക്കാരോടായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പേര് ഫസ്ല. ഞാൻ വണ്ടൂർ, മലപ്പുറം ജില്ലയിൽ വണ്ടൂരുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മഞ്ചേരിയിലാണ്. അപ്പോൾ ഞാനും എൻ്റെ മോനും ആയിരുന്നു ഇവിടെ താമസം. മോനിപ്പോൾ ദുബായിലോട്ട് പോയി. അപ്പോൾ ഉമ്മ ഇപ്പോൾ വണ്ടൂർ നിന്ന് വന്നു. ആ ഒരു ബസ്സിൽ തന്നെ ഞാനും കയറി കേട്ടോ. ഞങ്ങൾ മമ്പറം പോവുകയാണ്. അപ്പോൾ ആ മമ്പറത്തേക്ക് പോകുന്ന ചെറിയൊരു വീട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മമ്പറം പോകുന്നത് എൻ്റെ ഉമ്മാക്ക് വലിയൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഉമ്മാനെ സർജറിക്ക് കയറ്റിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഉമ്മ എല്ലാം ഓക്കെ ആയിട്ട് റെഡി ആയിട്ട് വരികയാണെങ്കിൽ ഉമ്മാൻ്റെ ഹെൽത്തിനൊന്നും കുഴപ്പമില്ലാണ്ട് വരിക, അതേപോലെ ഉമ്മാൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മമ്പറം കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ മനസ്സിലൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാൽ കഴിയുന്നതല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. ഉമ്മാൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അങ്ങനെ ഞാൻ ഉമ്മാനെയും കൂട്ടിയിട്ട് മമ്പറം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ പാടന്നെ ഉമ്മാക്കും അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉച്ച ആയിട്ടുമില്ല, ഫുഡ് ചോറൊന്നും കഴിക്കാനായിട്ടുമില്ല സമയം. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ചായയും സമൂസയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചത്. വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ക്ലോസ് ചെയ്യും, കാരണം ജുമ നിസ്കരിക്കാൻ എല്ലാവർക്കും പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാനിത് ഹോം നേഴ്സായിട്ട് നമ്മൾ പ്രസവിച്ച വീട്ടിലേക്ക് ജോലിക്ക് പോകില്ലേ, അങ്ങനെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വീട്ടിലോട്ട് പണിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ അതാ ഉമ്മാനൊന്ന് യാറം മൂടാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൂടുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഉമ്മാക്ക് യാറം മൂടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഭാഗമൊക്കെ ഞാനിത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടേക്കൊരു 11:15 ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 2:30 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. പള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതുവരെ നമ്മൾ അവിടെ ഇരുന്ന് ഖുർആനൊക്കെ ഓതി അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്ക് റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ. അതും വേണമല്ലോ പറയാൻ. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, പിന്നെ അതേപോലെ നമ്മൾക്ക് കുറേ സങ്കടങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാനും ഉമ്മയും കുറേ സമയം ഖുർആൻ ഓതി ദുആ ചെയ്തൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുടെ കച്ചവടം ഉണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോകുക എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാനെയും കൊണ്ട് ഇങ്ങനെ അനിയത്തീൻ്റെ മക്കളുണ്ട് വീട്ടിൽ, അനിയത്തി മക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു കളിക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് വാങ്ങിക്കണ്ട, അതൊക്കെ ഇന്ന് കിട്ടിയാൽ അതപ്പം തന്നെ പൊട്ടിച്ച് അത് നാശമാക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ അവർക്ക് മുട്ടായി അങ്ങനെയൊക്കെ എന്തെങ്കിലും മേടിക്കാം. മമ്പറം പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുട്ടായി വാങ്ങാണ്ട് ആരും അവിടുന്ന് പോരുണ്ടാവില്ലല്ലോ. മമ്പറത്ത് പോയാൽ കിട്ടുന്ന ഒരു മുട്ടായിയാണത്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഉമ്മ എന്താ കറുത്തിട്ട് ആ കടച്ചാപർച്ചി എന്ന് പറയും ഞങ്ങളെവിടെയൊക്കെ മലപ്പുറം ജില്ലയിൽ. അപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ പോന്നപ്പോൾ പെൺകുട്ടികളുള്ള അമ്മമാർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും കൈയോടെ തിരിച്ചു പോരൂല. എന്ത് നല്ല ഹെയർ ബാൻഡ് എന്നറിയാം. ഞാനും ഉമ്മാനോട് പറയായിരുന്നു, ഉമ്മ നമ്മളെ കുട്ടികളൊക്കെ പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് കുറേ സാധനം ഇവിടുന്ന് മേടിക്കായിരുന്നു എന്ന് പറയട്ടോ. നമ്മളൊരു ഫാൻസിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും വാങ്ങിക്കും, പക്ഷേ ഇതൊന്നും കൂടെ നല്ല ഭംഗിയായിട്ട് എടുത്തെടുത്ത് കാണിക്കുക, ഒക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ചിരിക്കുകയല്ലേ, നല്ല രസമാണ് കേട്ടോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഒരു മാല വാങ്ങിച്ചു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ അവിടുന്ന് ഒരു മാല വാങ്ങിച്ചു. പിന്നെ കുറച്ച് മുട്ടായി വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്താ വാങ്ങിച്ചത്,
പിന്നെ ഞാൻ മക്കൾക്ക് തൊപ്പിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ. അപ്പോൾ പറഞ്ഞു നമുക്ക് തൊപ്പിയൊക്കെ മേടിക്കാനിട്ട് അങ്ങനെ മക്കൾക്ക് തൊപ്പി വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അനാവശ്യമായിട്ടുള്ളതല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചൊക്കെ സാധനങ്ങൾ കേട്ടോ. അങ്ങനെയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും ഉമ്മാക്ക് സന്തോഷമായാൽ മതി എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾ രണ്ടുപേരും തനിച്ചായതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ആക്കം പോലെ പോയിട്ട് പോരാൻ പറ്റി കേട്ടോ. പിന്നെ ഈ ഒരു വള ഇങ്ങനെ ഉമ്മ എടുക്കുമ്പോൾ ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മാനോട് പറയണം, എൻ്റെ കയ്യുമ്മലും അങ്ങനെ തന്നെയാണ് ഉമ്മ എന്ന് പറയായിരുന്നു കേട്ടോ. ഉമ്മാക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊക്കെ നിങ്ങൾ ഇട്ടാൽ രസമാണ്, നിങ്ങൾക്കൊക്കെ പറ്റിയതാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഗ്യാരണ്ടി പോലത്തെ വളകൾ ഗ്യാരണ്ടി അല്ല, എന്നാലും അതുപോലെ സ്വർണം തോന്നിക്കുന്ന മാല വള അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല കേട്ടോ. ഉമ്മമാർക്കൊക്കെ അങ്ങനത്തേതാവും, നമ്മൾ ഈ ഫാൻസി ടൈപ്പിനെക്കാട്ടിൽ ഇഷ്ടപ്പെടുക അങ്ങനത്തേതല്ല. അപ്പോൾ അതുപോലത്തെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. ഒക്കെ ഈ ഒരു ഫാൻസി ടൈപ്പ് റിങ്സൊക്കെ നല്ല ഉണ്ട് കേട്ടോ. ലേഡീസിനും ജെൻസിനും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. റിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അവർക്ക് ഈ കല്ല് വെച്ചത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ സ്വർണ്ണത്തിൻ്റെയൊക്കെ അങ്ങനത്തെ അത് മോഡലുള്ളതാണല്ലോ ഇഷ്ടപ്പെടുക. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം പിന്നെ അവിടെ ഉമ്മാക്കായിട്ടുള്ളതൊന്നും ഇഷ്ടമല്ല. ഉമ്മ ഈ വാങ്ങിച്ചോ, രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് ഞങ്ങൾ ഓരോന്നും ഓരോ സ്ഥലത്തു നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങളൊരു മാല വാങ്ങിച്ചു. അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുട്ടികൾക്ക് മുട്ടായി വാങ്ങിച്ചു. പിന്നെ ഉമ്മാനോട് ഞാൻ ദിക്കറ് മുട്ടി അങ്ങനത്തെ ഒക്കെ വേണമെന്ന് വെച്ചപ്പോൾ അതൊക്കെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് നേരെ തൊട്ടടുത്തിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നു. അവിടെ നിന്ന് ആ തൊപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നതൊക്കെ നല്ല എന്താ പറയുക ലൈറ്റ് കളറ് വെള്ള കളറിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു ചെറിയ മക്കളല്ലേ, അവർ മദ്രസയ്ക്ക് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങോട്ട് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് എറിഞ്ഞിട്ടൊക്കെ ആയിട്ട് പെട്ടെന്ന് അഴുക്കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് അലക്കി കഴിഞ്ഞാലും അത് വൃത്തിക്ക് നിൽക്കണില്ല, വാങ്ങുമ്പോഴത്തെ ആ ഒരു ഭംഗിയൊന്നും പിന്നെ കിട്ടണില്ല. അത് പെട്ടെന്ന് അതിൻ്റെ ഇത് പോവുകയാണ്. ഇപ്പോൾ ഒരാളെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ. 1ാം ക്ലാസ്സിലാണ്. അവർക്ക് തന്നെ മേടിച്ചു 2ഉം 3ഉം 4ഉം തൊപ്പിയൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉമ്മ പെട്ടെന്ന് മാറ്റേണ്ടി വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് കറുത്ത തൊപ്പിയാണ് ഉമ്മ നോക്കണത് കേട്ടോ. പക്ഷെ അത് അപ്പം നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ പോരുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഉമ്മ അവിടെ തന്നെ ആ തൊപ്പി ഇപ്പോൾ ഞങ്ങൾ കണ്ട ആ സ്ഥലത്ത് തന്നെ ഉമ്മ ഒന്ന് അതിൻ്റെ ഇടയിൽ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ വേഗം പോയിട്ട് ആ തൊപ്പി എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ ഈ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ വീടൊക്കെ ഒന്നുകൂടി മോടി എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതുവരെ ഞാൻ ഇങ്ങനത്തെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീടൊക്കെ ഒന്ന് അത്യാവശ്യം ഭംഗിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ തബാറക്കല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഴുത്തും കൂടി ഞാൻ വാങ്ങിച്ചിട്ട് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചു. പക്ഷേ ഒരിടത്തോട്ടുനിന്ന് വാങ്ങിയിട്ട് പിന്നെ കുറേ നടന്നിങ്ങനെ പോകുന്നപ്പോൾ അതിലും ഭംഗിയുള്ളത് അവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നിയിട്ട് പിന്നെ നമുക്കുള്ളതല്ലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മ അങ്ങനെ സെൻറ്റൊക്കെ എടുത്തിട്ട് സ്മെല്ല് ചെയ്ത് നോക്കണം കേട്ടോ. ഉമ്മക്ക് എന്നാൽ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. ഉമ്മക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഉമ്മമ്മൻ്റെ ചെറിയ ബാഗ് ഉണ്ടാവലുണ്ട് കൊണ്ടെടുക്കണം, അതിലിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. സ്മെല്ലൊന്നും അത്ര വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്. പിന്നെ ഉമ്മക്ക് ക്ലിപ്പ് വാങ്ങിച്ചു. ക്ലിപ്പല്ല, ഒരു ബണ്ണ് പോലത്തെ ഒരു ഇത് വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇപ്പം എന്താ വാങ്ങിച്ചേ, പിന്നെ ഞാൻ നമ്മളെ ബക്കൂറില്ലേ പുകക്കുന്ന ഊതിൻ്റെ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ വലിയ ആങ്ങളെയും കൂടെ ഒരു ദിവസം മഞ്ചേരിയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് പോയത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ ഇതിൽ പെട്ടിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ വാങ്ങിച്ചു കേട്ടോ അമ്മക്ക്. അത് കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതുവരെ അമ്മക്ക് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ എനിക്കിതൊന്ന് ഒരെണ്ണം എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. ഉമ്മക്ക് മുടി ഇല്ലാത്തത്, മുടി അങ്ങനെ ഒരുപാട് കണ്ടില്ല, വലിയ ബണ്ണിട്ടാലൊന്നും മുടിയുമ്പോൾ നിൽക്കില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഇട്ടാൽ പിന്നെ അത് അവിടെ നിന്നോളൂ തട്ടം ചുറ്റി കെട്ടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു. ഞാനും ഉമ്മയും മാത്രം പോകുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെയും ചുറ്റിക്കറങ്ങി എല്ലാം വാങ്ങിച്ചത്. അതേപോലെ വാങ്ങിക്കാനല്ലെങ്കിൽ ഒന്ന് നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മേലത്തെ പ്രാവശ്യമൊക്കെ ഞങ്ങൾ 2 പ്രാവശ്യം പഠിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അനിയത്തി മക്കളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം
എൻ്റെ അനിയനും എൻ്റെ മോനും പാടെ ദുബായിക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങളൊന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അനിയത്തി മക്കളുള്ളത് കാരണം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നടന്ന് വാങ്ങിക്കാൻ സമ്മതിക്കില്ല. കാരണം അവർക്ക് കാണുന്നതൊക്കെ ആവശ്യമായിരിക്കും ചെയ്യും. ഇനി അഥവേ നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ അത് അവർ നാശാക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ വാങ്ങിക്കൊടുക്കലില്ല. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇതാ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും നല്ല നല്ല കടകൾ കേട്ടോ. ഇത് വെറും മുട്ടായി മാത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചിട്ട് ഉള്ളത് കേട്ടോ. ഇവിടെ എത്ര 21 തരം 30ൽ പരം മുട്ടായികൾ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും അവിടെ എന്തെങ്കിലും ഒന്ന് ഫേവറേറ്റ് ഉള്ളത് ഉണ്ടാവില്ലേ. ഇവിടെ വന്നപ്പോൾ ഈ മുട്ടായി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോരുന്ന ഇടയിൽ ഞങ്ങളൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറിയിട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ടേബിളും ഇരുന്നപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ആ ടേബിൾ. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിനനുസരിച്ച് ഉമ്മ പറഞ്ഞിട്ട് ഉമ്മ ഒത്തിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സാദാ വെറുംചോറ് സാമ്പാർ അങ്ങനെയുള്ളതാണ് കേട്ടോ പറഞ്ഞത്. സാദാ ചോറ് മതി, ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കും ഉമ്മാക്കാണെങ്കിലും ഇഷ്ടം അങ്ങനത്തെ ഫുഡ് കഴിക്കണത് കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ വിചാരിച്ചു അത് വേണ്ടില്ലായിരുന്നു, നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കൂട്ടാൻ നമ്മൾ ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് മനസ്സിന് ഒരു റാഹത്തുള്ളത് കിട്ടിയില്ല. പിന്നെ ഫിലോമിന പറഞ്ഞ പോലെ വിശപ്പ് കാരണം കഴിച്ചു. ഇനി അപ്പുറത്ത് പോയിട്ട് വല്ല ബ്രെഡോ ജാമോ കഴിക്കണം എന്ന് പറഞ്ഞില്ല, അതേമാതിരി ഇരുന്നു കേട്ടോ. വിശപ്പ് കാരണം അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ മീനും എടുത്തു ഞങ്ങൾ. ചിക്കനുണ്ട് ബീഫുണ്ട് പറഞ്ഞു. പിന്നെ അതൊന്നും എനിക്ക് മീനിൻ്റെ അത്രക്കുണ്ട്, ചിക്കനും ബീഫും അത്രക്കുണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മീനെടുത്തു കേട്ടോ. എന്തായാലും കഴിക്കല, അത് നിവൃത്തിയില്ലല്ലോ, ഇനി വീട് വരെ എത്തണ്ടേന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുത്തെ വെള്ളം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ ലൈമും പറഞ്ഞു കേട്ടോ. ഇന്ന് ലൈം കുടിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. ഉള്ളും പുറമൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ലൈമും ഉമ്മ കുടിച്ചപ്പോൾ രസമുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ലൈമും കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഉമ്മാൻ്റെ സർജറി ഒരു ഓഗസ്റ്റ് 9-നായിരുന്നു കേട്ടോ. അതായത് 2025 ഓഗസ്റ്റ് 9 കേട്ടോ. അതിന് ശേഷം ഉമ്മ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ദൂരെ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഉമ്മ അങ്ങനെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമെന്നല്ലാണ്ട്, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് പാരായിരുന്നു അനിയത്തീൻ്റെ വീട്ടിലേക്കൊന്ന്, കല്യാണം കഴിച്ച വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ എവിടേക്കും ഉമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു, അതിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിന് ശേഷം ഇപ്പോൾ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് ഉമ്മ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങണത് കേട്ടോ. ഞങ്ങളിതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്ത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് നല്ലൊരു അത്തറിൻ്റെ കട കേട്ടോ. അത്തർ എന്ന് പറഞ്ഞാൽ ബക്കൂറും ഊതും അത്തറും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഷോപ്പ് കേട്ടോ. എന്തായാലും നല്ല എന്താ പറയുക ഭംഗിയായി കാണാൻ. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു ഇനി കയറണ്ട, ഇനി വേഗം പോവാന്ന് പറഞ്ഞു കേട്ടോ. ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തല തൊട്ട് ആ തല വരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കച്ചവടങ്ങളുള്ളതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോരുകയാണ്. ഞങ്ങൾ നടന്നിട്ടാണ് പോരുന്നത്. കാരണം ഈ പാലം കഴിഞ്ഞ് അതിൻ്റെ അറ്റത്ത് തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ബസ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് അപ്പുറത്താണ് ബസ് നിർത്തുക. അവിടേക്ക് എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അവിടെയാണ് ബസ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ ഓട്ടോക്ക് പോകുന്നു 30 രൂപ കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കൂടെ വേറെ ആളുകൾ കയറിയതുകൊണ്ട് ഞങ്ങളൊക്കെ 10 രൂപ വെച്ചിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഈ ഒരു പാലം കഴിഞ്ഞ് അവിടെ കയറുമ്പോഴത്തേന് തന്നെ അവിടെ ബസ് വരും. അപ്പോൾ നമ്മൾക്ക് മഞ്ചേരി, കോട്ടക്കൽ അങ്ങനെയുള്ള ഭാഗത്തൊക്കെയുള്ള ബസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നത് ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോന്നു കേട്ടോ. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ വന്ന സമയത്ത്, കല്യാണത്തിൻ്റെ മുൻപ് എൻ്റെ ഉപ്പാൻ്റെ ചെറിയ പെങ്ങളതും എൻ്റെയും കല്യാണം ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ കല്യാണത്തിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ തോണി കയറിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അന്നതിലെ തോണി മാർഗ്ഗം ഇപ്പുറത്തുനിന്ന് ഇക്കരക്ക് വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് ഇങ്ങനെ പോരുന്നത്. നല്ല ഭംഗി, നല്ല പ്രകൃതിയായിട്ടുള്ള ഒരു സ്ഥലം. എന്തായാലും ഞാനും എൻ്റെ ഉമ്മയൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുറേ ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ ഈ ലൈഫിൽ ഈ ഒരു യാത്ര ഞങ്ങൾക്ക് നല്ല മെൻ്റലി ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാൻ പറ്റി കേട്ടോ. അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു മാറ്റം. ഞാനും കുറേ ദിവസമായി അങ്ങടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ട് ഈ ഒരു യാത്ര പോയതിൽ ഞാനും ഹാപ്പിയാണ്, എൻ്റെ ഉമ്മയും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാരെ സന്തോഷമാണല്ലോ നമ്മൾ സന്തോഷം. അപ്പോൾ എൻ്റെ ഉമ്മ സന്തോഷിച്ചപ്പോൾ എനിക്കും ഉമ്മാൻ്റെ മുഖത്ത് കുറേ ചെറിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കും നല്ല സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.